പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L1110 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ എപ്സൺ L1110 പ്രിൻ്റർ ഡ്രൈവർ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് epson.co.in എന്ന എപ്സൺ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരും. ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. കൺഫ്യൂഷൻ വേണ്ട. നമുക്കിവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത് കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ അതാണ് നിങ്ങളുടെ വിൻഡോസ് വെർഷൻ വരുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയത്. അപ്പോൾ അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് ഒന്നുകൂടി റീലോഡ് ആവുന്നതാണ്. റീലോഡായി വന്നതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും ഡ്രൈവേഴ്സ് എന്നുള്ളൊരു ഓപ്ഷന്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ റൈറ്റ് സൈഡിൽ ഉണ്ടാവും ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പേജിലോട്ട് പോകും. ഇവിടെ അക്സെപ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നത് കാണാൻ സാധിക്കും. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ കംപ്ലീറ്റ് ആയതിനു ശേഷം ആ ഡൗൺലോഡ് ഫയലിൻ്റെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വരുന്നതാണ്. എക്സ്ട്രാക്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇൻസ്റ്റാളേഷൻ ഫയൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ കാണുന്ന എഗ്രി എന്നുള്ളത് ടിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ പ്രിൻ്റർ ഇൻസ്റ്റാളേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഇൻസ്റ്റാളേഷൻ്റെ അവസാനം USB കേബിൾ കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ USB കേബിൾ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ റിമൂവ് ചെയ്ത് വെക്കണം. ഇങ്ങനെ കണക്ട് ചെയ്യാൻ ചോദിക്കുന്ന സമയത്ത് മാത്രം പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ USB കേബിളുമായി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇൻസ്റ്റാളേഷൻ സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് ബോക്സ് ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? ചെയ്ത് ഏകദേശം പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. അത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഇനി ഒരു സാമ്പിളിന് ഒരു പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ഞാൻ വിൻഡോസിൻ്റെ കൺട്രോൾ പാനലിൽ പോയിട്ട് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സിൽ പോയിട്ട് ഒരു ടെസ്റ്റ് പേജ് കൊടുക്കുകയാണ്. ഇതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ആക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചിലപ്പോൾ കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കും. അത് കൺഫ്യൂഷൻ വേണ്ട. ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ കുറേ പ്രിൻ്ററുകൾ കണക്ട് ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പ്രിൻ്ററിൻ്റെ ലിസ്റ്റ് കാണിക്കുന്നത്. ഇതിൽ നമ്മുടെ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ കാണിക്കുന്നുണ്ടാവും. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അൺസ്പെസിഫൈഡിലാണുള്ളത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിറ്റക്റ്റ് ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട് അവിടെ, കണ്ടില്ലേ? ബാക്കി എല്ലാതും ഹൈഡായ രീതിയിലാണുള്ളത്. അപ്പോൾ ഈ പേരിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ നിൽക്കുക. അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിൽ
അതിൽ താഴെ കാണുന്ന പ്രിൻറ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു ടെസ്റ്റ് പേജ് കമാൻഡ് ചെല്ലുന്നതാണ്. പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഹെഡ് കംപ്ലൈൻ്റ് ഉള്ള പ്രിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് പ്രിൻറ്റ് വരുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.